ഇപ്പോൾ എനിക്ക് രാവിലെ ഇത് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെ വാർത്തകളെ കണ്ടപ്പോൾ ആലോചിച്ച് പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിലൊരു സീനാണ്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക്ക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. ഇപ്പോൾ ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പൂ കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടുമില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ടോ കൊടുക്കൂ. അപ്പോൾ ജോയ് പുറകോട്ട് വിളിക്കുകയാണ്, CPM ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ. ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, CPM സഹായിക്കുവാനാണ് ഇനിയെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ ഏത് തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ ഭരണസമിതി അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ജനപിന്തുണ ഓരോ ദിവസവും കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പ്രതിപക്ഷം പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത്രത്തോളം മുഴുവൻ കൗൺസിലർമാരെയും ഉൾക്കൊണ്ടുപോയ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കൗൺസിലർമാരോട് ഒറ്റയ്ക്ക് ചോദിച്ചു നോക്കണം.